പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാത്രി ദളപതി ചിത്രം ഗോട്ട് എന്ന് പറഞ്ഞ സിനിമ റിലീസ് ആകാൻ പോകുന്ന ചിത്രത്തിന്റെ റിലീസ് ടൈം അപ്ഡേറ്റ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോഫാത്ത് പങ്കുവെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മലയാളത്തിൽ നിന്നും ഇന്നൊരു ചിത്രം, അതോടൊപ്പം തന്നെ മറ്റു ഭാഷകളിൽ നിന്നൊക്കെ ആയിട്ട് 9 ചിത്രങ്ങളുടെ OTT റിലീസ് അപ്ഡേറ്റ്സ് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോഫാത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളെ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഈ ആഴ്ചത്തെ OTT റിലീസുകളെ പരിശോധിക്കുകയാണെങ്കിൽ അതിന് മുൻപന്തിയിൽ നിൽക്കുന്ന ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു വർഷത്തെ വിജയ് ചിത്രമായിട്ട് മാറിയ വാഴ എന്ന് പറയുന്ന തമിഴ് ചിത്രമാണ്. നിഖില വിമലും കേന്ദ്ര കഥാപാത്രമായിട്ട് വന്നിട്ടുണ്ടായത്. മികച്ച അഭിപ്രായം, മികച്ച കളക്ഷൻ നേടിയിട്ടുള്ള ചിത്രം. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കി നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ്. അപ്പോൾ ഹോട്ട്സ്റ്റാർ വഴി നമുക്ക് ഈ വരുന്ന ഒക്ടോബർ മാസം 11 ഈ ഒരു സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ ആഴ്ച, അതായത് ഒക്ടോബർ മാസം റിലീസിനെത്താൻ പോകുന്ന മറ്റൊരു ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ഹിന്ദിയിൽ നിന്നുള്ള ചിത്രമാണ്. സുഡ്രേപ്പട്ടു എന്ന് പറയുന്ന സൂര്യ ചിത്രത്തിന്റെ ഹിന്ദി റീമേക്കായി സർഫറ എന്ന് പറയുന്ന അക്ഷയ് കുമാർ ചിത്രമാണ്. സുധാ കൊങ്കര തന്നെയാണ് ഈ സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ടായത്. ചിത്രം നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് സൂര്യയും ജ്യോതികയും കൂടെ ചേർന്ന് 2D എന്റർടൈൻമെന്റ്സിന്റെ ബാനറായത്. ചിത്രം ഒരു സമ്പൂർണ്ണ പരാജയമായിട്ട് അവിടെ മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി ഈ വരുന്ന ഒക്ടോബർ മാസം 11 മുതൽ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന അറിയാൻ സാധിച്ചിട്ടുണ്ട്. നിൽക്കണം നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിന്റെ OTT റിലീസിനായിട്ട്. അതോടൊപ്പം ഈ ആഴ്ചത്തെ OTT റിലീസുകളെ കുറിച്ച് നോക്കുകയാണ് നിരവധി ചിത്രങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ഡെഡ്പൂൾ വേഴ്സസ് വോൾവെറിൻ എന്ന് പറയുന്ന സിനിമ ഇപ്പോഴത്തെ ആപ്പിൾ ടിവിയിൽ ഐട്യൂൺസിൽ റിലീസായിരിക്കണം. ഇംഗ്ലീഷ് ഭാഷ മാത്രമാണ് റിലീസിനായിരിക്കുന്നത്. അപ്പോൾ ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ആപ്പിൾ TV വഴി കാണാൻ സാധിക്കുന്നതായിരിക്കും. അതോടൊപ്പം ഈ വരുന്ന ആഴ്ച OTT വഴി റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ നിന്നുള്ള ചിത്രമാണ്. നമ്മുടെ സൈജു കുറുപ്പ് കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന ജയ് മഹേന്ദ്രൻ എന്ന് പറയുന്ന സിനിമയാണ്. ചിത്രം ഡയറക്റ്റ് OTT വഴി റിലീസായിട്ടാണ് എത്തുന്നത്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എന്നതിനെ സോണി ലൈവ് സ്വന്തമാക്കി നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ്. സോണി ലൈവ് വഴി നമുക്ക് എന്ന് ഈ സിനിമ കാണാൻ സാധിക്കും നോക്കുകയാണെങ്കിൽ ഈ വരുന്ന ഒക്ടോബർ മാസം 11 ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇന്ന് സർപ്രൈസ് ആയിട്ട് OTT വഴി റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ ആനന്ദപുരം ഡയറീസ് എന്ന് പറയുന്ന മലയാള ചിത്രമാണ്. മീന കേന്ദ്ര കഥാപാത്രമെത്തിയ ചിത്രം ഈ ഒരു വർഷം ബോക്സ് ഓഫീസിൽ വലിയൊരു പരാജയമായിട്ട് മാറിയ ചിത്രമായിരുന്നു. ചിത്രം ഈ വരുന്ന ഒക്ടോബർ മാസം 4 അതായത് നാളെ മിഡ്നൈറ്റോടുകൂടി മനോരമ മാക്സ് വഴി നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. മനോരമ മാക്സ് അതോടൊപ്പം ആമസോൺ പ്രൈം വീഡിയോസാണ് ചിത്രത്തിന്റെ ഡിജിറ്റലൈസ് സ്വന്തമാക്കിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ എത്ര പേരാണ് ചിത്രത്തിന്റെ OTT റിലീസിനായിട്ട് കാത്തിരിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ഇന്ന് രാത്രി സർപ്രൈസ് ആയിട്ട് OTT റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമയെ നോക്കുകയാണെങ്കിൽ വിജയ് നായകനായിട്ടെത്തിയ ദി ഗോട്ട് എന്ന് പറയുന്ന സിനിമയാണ്. ചിത്രത്തിന്റെ OTT റിലീസിന് വേണ്ടിയാണ് വളരെയധികം സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നത്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കി നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ്. നെറ്റ്ഫ്ലിക്സ് വഴി ഇന്ന് മിഡ്നൈറ്റ് 12 മണിയോടെ നമുക്ക് ഈ സിനിമ കാണാൻ സാധിക്കുന്നതായിരിക്കും. തമിഴിന് പുറമെ മലയാളം, കന്നഡ, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഭാഷയോടെയായിട്ടാണ് ഗോട്ട് എന്ന് പറഞ്ഞ സിനിമ സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും ചിത്രമാണ് കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് പുറത്തു വന്നിരിക്കുക. അതോടൊപ്പം ഫുട്ടേജ് എന്ന് പറയുന്ന മഞ്ജുവാരി ചിത്രത്തിന്റെ OTT റിലീസ് അപ്ഡേറ്റ്സ് ഇപ്പോൾ ലഭ്യമായിട്ടുണ്ട്. ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്നാൽ ഡേറ്റ് കൺഫേം ആയിട്ടില്ല. ഡേറ്റ് കൺഫേം ആകുന്നതനുസരിച്ച് നമ്മൾ നമ്മുടെ വീഡിയോ ഭാഗത്തോടെ അറിയിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ വിഷ്ണു ഉണ്ണികൃഷ്ണൻ കേന്ദ്ര കഥാപാത്രത്തിൽ ഇടിയൻ ചന്തു എന്ന് പറയുന്ന സിനിമ OTT അപ്ഡേറ്റ്സുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ചിത്രത്തിന്റെ ഡിജിറ്റൽ റൈറ്റ്സ് എല്ലാം തന്നെ ആമസോൺ പ്രൈം വീഡിയോസ് സ്വന്തമാക്കിയെന്നാണ് നമുക്ക് പറയാൻ സാധിച്ചത്. എന്നാൽ ഇതൊരു എത്രത്തോളം കൺഫേം ആണെന്ന് അറിയാൻ സാധിച്ചിട്ടില്ല. ഇതൊക്കെയാണ് വരും ദിവസങ്ങളിൽ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള കൺഫർമേഷൻ വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഏറെക്കാലമായിട്ട് കമന്റ് ബോക്സ് വഴി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് നമ്മുടെ ബാന്ദ്ര, തങ്കമണി, അതോ രാമചന്ദ്ര ബോസാൻകോ തുടങ്ങിയ സിനിമയുടെ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെന്ന്. നിലവിൽ ഇതുവരെ ചിത്രത്തിന്റെ OTT സംബന്ധിച്ച് യാതൊരുവിധ അപ്ഡേറ്റുകളും നമുക്ക് ലഭ്യമായിട്ടില്ല. എന്തെങ്കിലും അപ്ഡേറ്റുകൾ ലഭ്യമായാൽ നമ്മൾ നമ്മുടെ വീഡിയോ ഭാഗത്ത് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരം ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏത് ചിത്രം കാണാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുന്ന കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ സിനിമാ വിശേഷങ്ങൾക്ക് OTT അപ്ഡേറ്റ്സുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.